ഹലോ കൂട്ടുകാരെ, പവിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ ദർശൻ എത്തുന്നു. എന്താ വെച്ചാൽ അവൻ്റെ വക്കീൽ അദാലത്ത് വാങ്ങിപ്പോയല്ലോ. അപ്പോൾ ദർശൻ എത്തുന്നുണ്ട്. അപ്പോൾ ദർശനോട് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അപ്പോൾ ഈ കേസ് ഏറ്റെടുക്കാൻ വന്നിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ വേദോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അപ്പോൾ അവനെതിരെ സാക്ഷി പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സാക്ഷി പറയാൻ എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാനും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ദർശൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം പോലീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് എന്തായാലും അവനെതിരെ സാക്ഷി പറയാനുള്ള കാരണം എന്താണെന്ന് വിക്രത്തിനോട് പറയണമെന്ന് വല്ലാത്ത തോന്നൽ. അപ്പോൾ അവൾ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എതിരെ സാക്ഷി പറയുന്നത് നിങ്ങളോടുള്ള ദേഷ്യ വൈരാഗ്യം കൊണ്ടൊന്നല്ല, നിങ്ങളുടെ നന്മയെ കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് നന്മ? അപ്പോഴേക്കും SI വന്ന് പറഞ്ഞിട്ട് മതി സംസാരിച്ചത് പോവാ ഉള്ളിലേക്ക് പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അവർക്ക് തമ്മിൽ പറയാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോടതിയിലാണ്. കോടതി ദർശൻ വേദയ്ക്കെതിരെ വാദിക്കുന്നുണ്ട്. വേദയ്ക്ക് മുൻ വൈരാഗ്യം കൊണ്ടാണ് വിക്രമത്തിനെതിരെ ഇങ്ങനെ സാക്ഷി പറയണത്. അവൾക്ക് അവനെ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നു. വേദയുടെ കല്യാണം വേറൊരു ചെറുപ്പക്കാരനായിട്ട് ഉറപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ തലേ ദിവസമാണ് വിക്രം വന്ന് നിർബന്ധിച്ച് താലി കെട്ടിയത്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഈ സാക്ഷി പറയാൻ എത്തിയെന്നൊക്കെ ദർശൻ കോടതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ജഡ്ജ് അവസാനത്തെ തീരുമാനം പറയുന്നുണ്ട്, വിക്രത്തിനെ വെറുതെ വിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ വെറുതെ വിടുന്നുണ്ട്. അപ്പോൾ കമലയും കുടുംബങ്ങളും വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എന്തായാലും വേദയ്ക്കാണെങ്കിൽ വലിയ സങ്കടമുണ്ട്. കാരണം വിക്രം പുറത്ത് വന്ന് ഇനി എന്തൊക്കെയോ സംഭവിക്കുക എന്നൊന്നും അറിയാത്തതുകൊണ്ട് വേദയ്ക്കാച്ച വല്ലാത്ത വിഷമം വരുന്നുണ്ട്. പിന്നെ കാണിക്കണം, നമ്മുടെ വേദ വീട്ടിലേക്ക് പോണ സമയത്താണ് നമ്മുടെ വാസവൻ്റെ ആൾക്കാർ വന്ന് വേദനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രം വീട്ടിലേക്ക് എത്തിയിട്ട് എന്താ ഈ വേദയെ കാണാത്തെന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മറ്റേ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സ്വൈരക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവളെ തിരഞ്ഞിട്ട് പോണ സമയത്താണ് അവളുടെ ഹാൻഡ് ബാഗും അവളുടെ വളയും താഴെ വീണ് കിടക്കുന്നുണ്ട്. ആ ഹാൻഡ് ബാഗും വളയുടെയും അനുസരിച്ചിട്ട് ആ വഴിക്ക് പോകേണ്ട ഒരു ഇടവഴി കൂടെ പോകുന്നുണ്ട്. ആ പോണ സമയത്താണ് അവിടെ ഒരു ഗോഡൗൺ കാണുന്നത്. ആ ഗോഡൗണിൽ അവളെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിക്രം അവളെ രക്ഷിക്കാൻ എത്തുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ആഴ്ചത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.